ഉച്ച ഇത്ര നേരമായിട്ട് എഴുന്നേറ്റിട്ടില്ല. നേരം എടുത്തിട്ട് ഉറങ്ങണിൽ കിടന്നുണ്ട്. കുടുംബത്തെ ഉള്ള പെണ്ണുങ്ങളുടെ അവസ്ഥേനെ കാണാം. ഇല്ല, ഞാൻ എഴുന്നേറ്റില്ല. ഒരു കുടുംബമായിട്ട് പാർക്കണ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വന്ന സമയമാണ് ഈ കാണുന്നത്. ഉച്ചയായില്ല. അമ്മ എഴുന്നേറ്റാൻ ചോദിച്ചോണ്ട് വന്നത്. ഓ, അപ്പൊ ഞാൻ നേരത്തെ എഴുന്നേറ്റതാണ് കുറ്റമായത്. എന്നിട്ട് എന്തേ സാധാരണ ഇന്ന് സാധാരണ അല്ലായിരുന്ന? അപ്പൊ ഇന്ന് നേരത്തെ എഴുന്നേക്കാൻ പറ്റിയില്ലേ? ഇവിടെ പറ്റൊന്നുമില്ലട്ടോ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഉച്ചവരെ കിടന്ന് ഉറങ്ങാനൊന്നും. രാവിലെ കിടക്കപ്പായാലും സമാധാനം തരൂല്ല. പണി കഴിഞ്ഞ് രാവിലെ ഒച്ചപ്പാട്. എന്താണ് ചോദിക്കുന്നത്? നിന്റെ ഭാര്യ എന്താണെന്ന് ഒച്ചപ്പാട്? എന്താ പ്രശ്നം? നിനക്ക് നേരത്തെ എനിക്ക് വല്ല പണിയൊക്കെ തീർത്തിരുന്നുള്ളത്. വൈകി എഴുന്നേറ്റ് വന്നത്. നീ പോയി പണിയെടുത്ത് അമ്മയോട് പോയെ. നീ പോയി പണിയെടുക്ക്. അമ്മ പോയി റെസ്റ്റ് എടുത്ത. അമ്മ വെറുതെ രാവിലെ ഇട്ടുണ്ട് വെറുതെ ഒച്ചപ്പാട്. അമ്മയുടെ അടുത്ത് ആര് പറഞ്ഞത് രാവിലെ എണീറ്റിട്ട് പണിയെടുക്കാൻ വേണ്ടി? അവളെടുക്കട്ടെ അമ്മ പണി. പിന്നെ ഇനി ഇതിനാ അവളോട് ഇരിക്കണത്? അവളെല്ലാം പണിയെടുക്കട്ടെ. എന്താണ് ഉണ്ടാക്കാൻ പോണ ചായക്ക്? പുട്ടുണ്ടാക്കാൻ നോർത്താണ് രാവിലത്തേക്ക്. ഒന്നും ഉണ്ടാക്കണ്ട. ആ അപ്പം ഉണ്ടാക്കി മതി. മൈദര പോയിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് അവിടെ ചമ്മന്തി ഇരിപ്പുണ്ട്. അത് കൂട്ടി അവന് ഭയങ്കര ഇഷ്ടമാണത്. അത് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പം പുട്ടുണ്ടാക്കണ്ടല്ലേ? പറഞ്ഞാൽ മനസ്സിലാവൂലേ? പുട്ടുണ്ടാക്കണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ പുട്ടുണ്ടാക്കണ്ട. എടി ചായ ഇത്ര നേരമായിട്ട്. എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ആ അതെ വന്ന്. എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇരിക്കണായിരുന്നു, ഞാൻ വന്നിരുന്നത് കണ്ടില്ല. ഇതെന്താണ് അപ്പം ഉണ്ടാക്കി വെച്ചേക്കണത്? അപ്പൊ ഇഷ്ടമല്ലേ? എനിക്ക് അപ്പം ഇഷ്ടമല്ല. അതിനോട് ചമ്മന്തി രാവിലെ തന്നെ ചമ്മന്തി അപ്പം എനിക്ക് വേണ്ട. അയ്യോ, എന്നോട് അമ്മ പറഞ്ഞ അപ്പോണ് ഇഷ്ടമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയത്. പിന്നെ ആര് പറഞ്ഞ അപ്പം ഉണ്ടാക്കണമെന്ന്? ഞാൻ പറഞ്ഞ അപ്പം ഉണ്ടാക്കാനായിട്ട്? അവനപ്പം തിന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമല്ലേ? എളുപ്പപ്പണി ഇത് വെച്ചല്ലേ അപ്പം ഉണ്ടാക്കിയത്? അവനപ്പം ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഞാൻ പറയുമോ അവൻ ഇഷ്ടമല്ലാത്തവരുണ്ടാക്കി കൊടുക്കാനായിട്ട്? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ. അല്ല, അമ്മയല്ലേ പറഞ്ഞത് അപ്പം ഇഷ്ടമാണെന്ന്? നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരേ കാര്യങ്ങൾ കാണിച്ചു വെച്ചിട്ട് അമ്മ അങ്ങനെ പറയുമല്ലോ. അമ്മക്ക് അറിഞ്ഞൂടെ എന്റെ ഇഷ്ടം എന്താണ്? അല്ല, അമ്മ പറഞ്ഞങ്ങനെ. പിന്നെ പറഞ്ഞു നീ സ്വന്തം ഇഷ്ടത്തിന് കാണിച്ചു വെച്ചിട്ട് എനിക്ക് വേണ്ട ഫുഡ്. എന്ത് ചെയ്താലും ഇതിങ്ങനെ തന്നെയുള്ള ചെയ്യാത്ത കാര്യത്തിന് വരെ കുറ്റം കേൾക്കുന്നു. ഞാൻ വരാം. നീ എവിടെ ഉണ്ട്? അമ്പലത്തിനവിടെ ഉണ്ടല്ലേ? ആ ഞാൻ വരാം കേട്ടാ. ആ ആടെ വിളിക്കാം. നീ പറഞ്ഞോ. അവൾക്ക് ഇത് ഇന്റർവ്യൂ എന്തൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ? എവിടെയോ ഉണ്ട്. ഞാൻ ഇന്റർവ്യൂവിന് പോയത്തെ കുഴപ്പമുള്ളൂ. ഇനി വല്ല ജോലി കിട്ടില്ലേ? ഇത്തരം കുടുംബത്തിൽ കാണിച്ചു കൊടുക്കുന്ന അഹങ്കാരത്തിന് ഒരു കുറവില്ല. നീ ജോലിക്കും കൂടി വിടും. അത് ശരിയാണല്ലോ പറഞ്ഞത്. ഇന്റർവ്യൂ അവള് പോണില്ല ഇന്റർവ്യൂ. അവള് ഇവിടെ തന്നെ അവിടെയുള്ള. ഞാൻ അത്ര ആലോചിച്ചില്ല. ഞാൻ ആലോചിച്ചില്ല. ഞാൻ പോയി പറയട്ടെ. ഞാൻ ഇറങ്ങട്ടെ എന്നാ. എവിടെ ഇറങ്ങട്ടെ? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതാ ഇന്റർവ്യൂവിന് പോണ കാര്യം. നീ ഒരു ഇന്റർവ്യൂവിനും പോകില്ല. നീ ഇവിടെ തന്നെ ഇരിക്കും. നീ ഒരു സ്ഥലത്തേക്കും പോണില്ല. ഇപ്പൊ തന്നെ നീ ഒരേ കാണിച്ചു വിട്ടല്ലോ ഇവിടെ. ഇല്ല പോലെ നടക്കൂല. ശ്രുതി പോലെ നടക്കൂല. ഇവിടെ തന്നെ നിന്നാ മതി കേട്ടാ. അല്ല, അങ്ങനെ പറയല്ലേ. എനിക്കിന്ന് പോയേ പറ്റുള്ളൂ എന്തൊക്കെയാണെങ്കിലും. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞേക്കണ കാര്യമല്ലേ. എനിക്ക് ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല. എനിക്ക് പോകണം എന്തായാലും. അന്നാ നീ നിന്റെ സന്തോഷത്തിന് പോയിട്ട് വാ. ഞാനിവിടെ പുറത്തു പോയി തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഇല്ലെങ്കിലാണ് എന്റെ സ്വഭാവം അറിയാൻ പോണത് കേട്ടാ. നമുക്ക് കാണാം. ഇനി ഇത് നോക്കിയിട്ട് എന്തായാലും കാര്യമില്ല. ഞാൻ എന്തായാലും പോകാൻ പോവുകയാണ്. പറഞ്ഞോട് വെച്ച് കാണാം. അയ്യോ, എന്താണ് എന്ത് പറ്റിയത്? നോക്കണ്ടേ? നോക്കി നടക്കണ്ടേ? വേദന ഉണ്ടാവല്ലോ. ആസ്പത്രി പോകണം. അവിടെ ഇരിക്കാൻ പറ്റില്ല.
നമുക്ക് ആസ്പത്രിയിൽ പോവാതിരിക്കാം. ഞാൻ ആദ്യം കുഴമ്പോ എന്തെങ്കിലും ഇട്ടേ ഇട്ടിട്ട് ആസ്പത്രിയിൽ പോയി നോക്കാം. നോക്കി പയ്യനെ. ആ കാലിനുണ്ടോ വേദന? ഇല്ല, ഈ കാലിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓൽമീറ്റ് എടുത്തിട്ട് വരക്കേട്ടാ. കുറച്ചു നേരം നോക്കാം, നീര് വെക്കണ്ട നോക്കാം. ഇതിടുമ്പോ കുറയോ നോക്കാം. കുറയും നോക്കിട്ട് പോയാൽ മതി. ഇപ്പൊ തന്നെ പോണ്ട, അവനാണെങ്കിൽ പോയേക്കണേള്ള അങ്ങോട്ട്. നോക്കാം. അപ്പൊ ഇന്റർവ്യൂവിന് പോണ്ടേ? ഇന്റർവ്യൂ അല്ലേ, അത് പിന്നേലും പോവാമേ. ഇപ്പൊ ഇതല്ലേ വലുത്. അമ്മേനെ ഇങ്ങനെ വയ്യാണ്ട് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ പോവും? നമ്മ വെള്ളം കുടിക്കും. കുറവുണ്ടോ വേദന? കുറഞ്ഞിട്ടുണ്ട്. കുറേയിരിക്കും. അപ്പം നോക്കിയിട്ട് കുറവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ വരെ പോവാം. എന്തായാലും വെച്ചോണ്ടിരിക്കണ്ട, കാലില്ല. കുറവുണ്ട്. ഇന്റർവ്യൂക്കാരി പോയില്ലേ? അപ്പൊ നിനക്ക് പറഞ്ഞാ കേൾക്കാനൊക്കെ അറിയാം അല്ലേ? നിർത്തിക്കോട്ടാണ്. നീ അവിടെ ഫോണായിട്ട് പോയി കഴിഞ്ഞപ്പോ ഞാൻ അടുക്കളയിൽ വീണപ്പോ എന്നെ നോക്കാനായിട്ട് എന്റെ മോള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവര് കളിയാക്കി കൊണ്ട് കയറി വന്നേക്കണത്. വീണെന്നാ? എവിടെ വീണെന്ന്? എന്ത് പറ്റിയിട്ട്? ഞാൻ അടുക്കളയിൽ വീണപ്പോഴത്തേക്ക് ആകെ ചോടി വന്നായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളെ കിടന്നേനായിരുന്നു, കാണായിരുന്നു. അതങ്ങനെയല്ലേ വരുള്ളൂ. നമുക്ക് എന്തെങ്കിലും പറ്റി ഞാൻ അല്ലെങ്കിൽ അവള് എന്നെ പോലെ തന്നെ ഇവിടെ ഉണ്ടാവൂലേ? അതെ. നമുക്കൊരാപത്ത് വരുന്ന സമയത്ത് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രവചിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക.